ഹലോ, അച്ഛൻ നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഫാമിലി സഹിതം ഒന്ന് പുറത്ത് കറങ്ങാൻ പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. റിയുനും നെയ്തുനും സ്കൂൾ തുറന്നേ പിന്നെ അവരിപ്പോഴാണ് കേട്ടോ ഒന്ന് കാണുന്നത്, അതുപോലെ തന്നെ പുറത്തൊന്ന് കറങ്ങാൻ പോകുന്നതും. ഏകദേശം ഉച്ചയോടെയാണ് നമ്മൾ തലശ്ശേരി എത്തിയത്. തലശ്ശേരി ഒന്ന് കറങ്ങാമെന്ന് തന്നെയാണോ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അതിനുശേഷം ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷമുള്ള പിള്ളേരുടെ കളിയാണ് കേട്ടോ ഇതൊക്കെ. മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചൊന്ന് പുറത്തുനിന്ന് ഫുഡും കഴിക്കണം, അതോടൊപ്പം പിള്ളേരെ പാർക്കിലും ഒന്ന് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ അച്ഛനാണെങ്കിൽ മീൽസാണ് കേട്ടോ കഴിക്കാൻ വന്നിരിക്കുന്നത്. അച്ഛന് മീൽസിനോടാണ് കൂടുതൽ ഇഷ്ടം. എന്നാൽ ഞങ്ങളൊക്കെ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ. ഞങ്ങൾ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. അച്ഛനാണെങ്കിൽ മീൽസാണ്. അപ്പോൾ ഫുഡ് വന്നതും പിന്നെ ഒരൊറ്റ അറ്റാക്ക് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കേണ്ട തിരക്കായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് വേഗം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മഴക്കാറുള്ളത് കൊണ്ട് തന്നെ പാർക്കിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾ മാറ്റി വെച്ചു കേട്ടോ. എന്നാൽ പിള്ളേരെ ആണെങ്കിൽ പാർക്കിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വന്നത് കൊണ്ട് തന്നെ അത് പോകാതെ ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ നേരെ വിട്ടത് ഡൗൺ ടൗൺ മാളിലേക്കാണ് കേട്ടോ. അവിടെ കിഡ്സിന് സെപ്പറേറ്റ് പ്ലേ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ പിള്ളേർക്ക് അവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അവിടേക്ക് വിട്ടു കേട്ടോ. കളിക്കാനുള്ള സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. അവിടത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഇതുപോലുള്ള പുറത്തുള്ള ഓരോ ഗെയിംസിലേക്ക് ചുമ്മാ കയറി കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നേരെ അവരെ ബോളിൻ്റെ ഏരിയയിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവിടുത്തെ റേറ്റും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഹാഫ് ആൻ അവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. മുമ്പൊക്കെ വന്നപ്പോൾ ഒരു 1 അവറിൻ്റെ മേലെ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹാഫ് ആൻ അവറിന് അവർ 80 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നേരെ 2 പേരെയും നമ്മൾ ബോൾ സെക്ഷൻ ഏരിയയിലേക്കും ഒരു പാർക്ക് പോലെയുള്ള സ്മോൾ പാർക്ക് എന്ന് തന്നെ പറയാം കേട്ടോ, അതിലേക്ക് നമ്മൾ വിട്ടു. ഭയങ്കര ആവേശത്തോ കൂടിയാണ് കേട്ടോ രണ്ടും തുള്ളിച്ചാടി പോയത്. ആ ഒരു ആവേശം കണ്ടപ്പോൾ തന്നെ തോന്നിയായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് നേരം മാത്രം കളിച്ച് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്ന്. എന്നാലും ഒരു 10 മിനിറ്റെങ്കിലും അതിൽ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞ് പിന്നെയും ഞങ്ങൾ പറഞ്ഞു വിട്ടു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം 2 പേർക്കും പുറത്തിറങ്ങണമെന്ന് വാശിയായിരുന്നു കേട്ടോ. നമുക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഇതുപോലെയുള്ള കാർ ഗെയിംസ് റൈഡിങ് ഒക്കെയാണ് കേട്ടോ. എന്നാൽ അവർക്കൊന്നും കളിക്കാൻ അറിയില്ലല്ലോ. സോ ഞങ്ങൾ റീചാർജ് ഒന്നും ചെയ്ത് കൊടുത്തില്ല. ജസ്റ്റ് അവിടെ ഇരുന്ന് അവരതൊക്കെ കണ്ടു എന്ന് മാത്രം. രാജേഷ് ഏട്ടൻ ടൈം പാസ് ചെയ്യാൻ വേണ്ടി ഒരു കാർ ഗെയിമൊക്കെ കളിച്ചു. പിന്നെ ഞാനും റെയ്യും കൂടെ വെറുതെ ഇതിങ്ങനെ തട്ടിക്കളിച്ചു കേട്ടോ. ഈ ഒരു കാറിൽ കയറണം എന്ന് അവർ വാശി പിടിച്ചായിരുന്നു. പക്ഷേ അവർ ചെറുതല്ലേ, അപ്പോൾ അതിനൊന്നും കയറ്റാൻ പറ്റിയില്ല. കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിള്ളേരെയും കൊണ്ട് അവിടുന്ന് മടങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ അവർക്ക് മതിയായിട്ടില്ല, പക്ഷെ ഞങ്ങൾ ആകെ ടയേർഡായി. കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഫാമിലി ഒരുമിച്ചുള്ളൊരു കൊച്ചു കറക്കമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.